this section, we are discussing about the world distribution of rivers. I'm only taking 20 major rivers of the world, which include Nile, Amazon, Yangtze, Mississippi, Missouri, Yangtze, Huanghe, OB-IRTYSH, PARANA, CONGO, Amur, Argon, Lena, Mekong, Mackenzie, Niger, Brahmaputra, Murray, Araguaia, Volga, Indus, and Euphrates. Nile. It is the longest river in the world, and the Nile is formed by three principal streams: Blue Nile, Atbara, and White Nile. മൂന്ന് പ്രിൻസിപ്പൽ സ്ട്രീംസ് ചേർന്നാണ് നൈൽ നദിയായിട്ട് ഒഴുകുന്നത്. വൈറ്റ് നൈലും ബ്ലൂ നൈലും അദ്ബാരയും. ഈ ഒരു ഫിഗർ നമുക്ക് കാണാൻ സാധിക്കും. വൈറ്റ് നൈലും ബ്ലൂ നൈലും കൂടെ മീറ്റ് ചെയ്യുന്നു, പിന്നെ അത് നൈൽ നദിയായിട്ട് ഒഴുകുന്നു. ഇറ്റ് ഹാസ് ഇസ് ഔട്ട്ഫ്ലോ ഇൻ മെഡിറ്ററേനിയൻ സീ. അത് ചെന്ന് ചേരുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. And the countries sharing this drainage basin include Ethiopia, Eritrea, Sudan, Uganda, Tanzania, Kenya, Rwanda, Burundi, Egypt, Democratic Republic of Congo, and South Sudan. And the name Nile is derived from the Greek word meaning Nilos, meaning a valley. ഗ്രീക്ക് വേർഡായ നീലോസിൽ നിന്നാണ് നൈൽ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. നീലോസിന്റെ അർത്ഥം എന്ന് പറയുന്നത് വാലി അല്ലെങ്കിൽ താഴ്വര എന്നാണ്. ആമസോൺ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു നദി കൂടിയാണ് ആമസോൺ. വേൾഡിലെ തന്നെ രണ്ടാമത്തെ ലോങ്സ്റ്റ് റിവറാണ് ആമസോൺ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റസ്റ്റ് റിവർ ഓഫ് സൗത്ത് അമേരിക്ക ആൻഡ് ദ ലാർജസ്റ്റ് ഡ്രെയിനേജ് സിസ്റ്റം ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് വോളിയം ഓഫ് ഇറ്റ്സ് ഫ്ലോ ആൻഡ് ഏരിയ ഓഫ് ഇറ്റ്സ് ബേസിൻ. അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നദി കൂടിയാണ് ആമസോൺ എന്ന് പറയുന്നത്. അതിൻ്റെ വോളിയത്തിലും എത്രത്തോളം വെള്ളം അതിൽ ഉണ്ട് എന്നതിൻ്റെ കാര്യത്തിലും എത്ര ഏരിയ അത് കവർ ചെയ്യുന്നു എന്ന കാര്യത്തിലും വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നദി എന്ന് പറയുന്നത് ആമസോൺ ആണ്. ആമസോൺ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിലാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഔട്ട്ഫ്ലോ ഇൻ ദി അറ്റ്ലാന്റിക് ഓഷൻ. The countries sharing the drainage basin include Brazil, Peru, Bolivia, Colombia, Ecuador, Venezuela, and Guyana. Yangtze River. It is the longest river in China as well as in Asia and third longest river in the world. It has its outflow in the East China Sea, and the country sharing the drainage basin is only China. ചൈനയിൽ കൂടെ മാത്രം ഒഴുകുന്ന ഒരു നദിയാണ് യാങ്സി നദി എന്ന് പറയുന്നത്. ഏഷ്യയിലെയും അതുപോലെ തന്നെ ചൈനയിലെയും ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നദിയാണ് യാങ്സി. വേൾഡിലെ മൂന്നാമത്തെ ലോങ്സ്റ്റ് ആയിട്ടുള്ള നദിയാണ്. ഇതിന്റെ ഔട്ട്ഫ്ലോ ചെന്ന് ചേരുന്നത് ഈസ്റ്റ് ചൈന സീയിലാണ്. മിസിസിപ്പി, മിസൂറി. The Mississippi River, the longest river of North America, draining with its major tributaries an area of approximately 1.2 million square miles. And the major tributaries include Missouri River and Ohio River. മിസിസിപ്പി എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നദിയാണ്. ഇനി മിസിസിപ്പി അതിൻ്റെ ട്രിബ്യൂട്ടറീസും കൂടെ ചേർന്ന് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 1.2 മില്യൺ സ്ക്വയർ മൈൽസ് ആണ്. മിസിസിപ്പിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഒഹിയോ റിവറും മിസൂറി റിവറുമാണ്. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും. ഒഹിയോ റിവർ ഇവിടെയുണ്ട്, മിസൂറി റിവറും ഉണ്ട്. ഒപ്പം തന്നെ മറ്റൊരു റിവറായ അർക്കനാസും അതിൽ വന്ന് ചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. And the outflow is in Gulf of Mexico, and the countries sharing include United States and Canada. YENISEY-BAIKAL-SELENGA. YENISEY-BAIKAL-SELENGA എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടൊരു റിവർ സിസ്റ്റം ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർട്ടിക് ഓഷനിൽ ചെന്ന് ചേരുന്ന ലാർജസ്റ്റ് റിവർ സിസ്റ്റം കൂടിയാണ് YENISEY-BAIKAL-SELENGA റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. ആർട്ടിക് ഓഷനിൽ ഇത് എത്തുന്നത് കരാസി വഴിയാണ്. കരാസിയിലോട്ടാണ് ഇതിൻ്റെ ഔട്ട്ഫ്ലോ ഉള്ളത്. ആൻഡ് ദ കൺട്രീസ് ഷെയറിംഗ് ദ ഡ്രെയിനേജ് ബേസിൻ ഇൻക്ലൂഡ് റഷ്യ ആൻഡ് മംഗോളിയ. യെല്ലോ റിവർ. യെല്ലോ റിവർ is otherwise called Huanghe, and it is derived from the Mandarin Chinese word Huan, which means yellow, and it is a reference to the fine loess sediments that the river carries to the sea. And this river is called the cradle of Chinese civilization. ചൈനീസ് സിവിലൈസേഷൻ്റെ ഉത്ഭവം നടക്കുന്നത് യെല്ലോ റിവറിൻ്റെ തീരങ്ങളിലാണ്. യെല്ലോ റിവറിനെ ഹുവാൻഹെ റിവർ എന്നും അറിയപ്പെടാറുണ്ട്. ഹുവാൻഹെ എന്ന് പറയുന്നത് മാൻഡറിൻ ചൈനീസ് വേർഡാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് മഞ്ഞ നിറം എന്നാണ്.
ഇനി എന്തുകൊണ്ടാണ് ഈ നദിക്ക് യെല്ലോ റിവർ എന്ന് പേര് വരാൻ കാരണം ചുറ്റുമുള്ള സ്ഥലത്തുള്ള ലോയർ സെഡിമെന്റ്സ് ഈ നദി സീയിലോട്ട് കൊണ്ടെത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു യെല്ലോ ഷെയ്ഡായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ യെല്ലോ റിവർ എന്ന് വിളിക്കുന്നു. ഇനി ഇതിൻ്റെ ഔട്ട്ഫ്ലോ ഉള്ളത് ബൊഹായ് സീയിലാണ്. ഇത് ചൈനയിൽ മാത്രം ഒഴുകുന്ന ഒരു നദിയാണ്. OB-IRTYSH സിസ്റ്റം. ഒബ് എന്ന് പറയുന്ന ഒരു മേജർ ആയിട്ടുള്ള റിവറാണ്. അതിൽ വന്ന് ചേരുന്ന ട്രിബ്യൂട്ടറി ആണ് ഇർട്ടിഷ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും കൂടെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് OB-IRTYSH എന്ന് പറയുന്നത്. And the countries sharing include Russia, Kazakhstan, China and Mongolia. One of the greatest lakes of Asia, the Ob flows from north and west across the western Siberia in a twisting diagonal from its source in the Altai Mountains to its outlet through the Gulf of Ob into the Karachi of the Arctic Ocean. ഈ ഒരു ഒബ് നദി ഉത്ഭവിക്കുന്നത് അൽട്ടായ് മൗണ്ടൻസിലാണ്. അൽട്ടായ് മൗണ്ടൻസിൽ നിന്ന് അത് ചെന്ന് ചേരുന്നത് കരാസിയിലാണ്. കരാസിയുടെ ഗൾഫ് ഓഫ് ഓബ് എന്ന് പറഞ്ഞ പോർഷനിലാണ് അത് എത്തിച്ചേരുന്നത്. കരാസി വഴി അത് ആർട്ടിക് ഓഷനിൽ എത്തിച്ചേരുന്നു. പരാന. It is the second longest river in South America after Amazon, rising on the plateau of southeast central Brazil. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ ബ്രസീൽ പ്ലേറ്റൂവിൽ ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് പരാന എന്ന് പറയുന്നത്. സൗത്ത് അമേരിക്കയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവറാണ് പരാന. ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഔട്ട്ഫ്ലോ ഇൻ റിയോ ഡി ലാ പ്ലേറ്റ in Atlantic Ocean. And the countries sharing include Brazil, Argentina, Paraguay, Bolivia, Uruguay. Congo. It is Africa's second longest river after Nile. നൈലിന് ശേഷം ആഫ്രിക്കയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നദിയാണ് കോങ്കോ എന്ന് പറയുന്നത്. With its many tributaries, the Congo forms the continent's largest network of navigable waterways. കോങ്കോ നദിയുടെ പ്രത്യേകത, കോങ്കോ നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും എല്ലാം ചേർന്നിട്ട് ആഫ്രിക്കയിലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാവിഗബിൾ വാട്ടർവേ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. The other name of Congo is Zaire. It has its outflow in Atlantic Ocean, and the countries sharing include Democratic Republic of Congo, Central African Republic, Angola, Republic of Congo, Tanzania, Cameroon, Zambia, Burundi, Rwanda, etc. Amar Argan Kalan. The river has other names like Hilong Jian and Halia River. It has its outflow in Sea of Okhotsk. The countries sharing include Russia, China, Mongolia. Lena River. It is the longest river totally within Russia. റഷ്യക്കാലത്ത് പൂർണ്ണമായി ഒഴുകുന്നതിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നദിയാണ് ലെന എന്ന് പറയുന്നത്. The name Lena is derived from the word Ivank name Lune, which means the large river. ഇവാക് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ലെന എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം എന്ന് പറയുന്നത് ലാർജ് റിവർ എന്നാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഔട്ട്ഫ്ലോ ഇൻ ലാപ്റ്റീവ് സീ ആൻഡ് ദ കൺട്രി ഷെയറിംഗ് ഈസ് ഓൺലി റഷ്യ. ലെന നദിയുടെ ഡെൽറ്റ ഫോർമേഷൻ്റെ സാറ്റലൈറ്റ് ഇമേജ് ആണ് ഈ കാണുന്നത്. മെക്കോങ്. Mekong is the longest river in the Southeast Asia, and the river has another name called Langjiang, and it has its outflow in South China Sea. The countries sharing include China, Myanmar, Laos, Thailand, Cambodia, and Vietnam. Mackenzie. It is the second largest drainage basin of North America after Mississippi. Its basin is the largest in Canada, and it has its outflow in Beaufort Sea, and the country sharing is only Canada. കാനഡയിൽ മാത്രം പൂർണ്ണമായിട്ടും ഒഴുകുന്ന ഒരു നദിയാണ് മെക്കൻസി എന്ന് പറയുന്നത്. മിസിസിപ്പി കഴിഞ്ഞിട്ട് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നദി കൂടിയാണ് മെക്കൻസി. ഇത് ചെന്നെത്തുന്നത് ബ്യൂഫോർട്ട് സീയിലാണ്. നമുക്ക് കാണാൻ സാധിക്കും ബ്യൂഫോർട്ട് സീയിലാണ് ഇത് ചെന്നെത്തുന്നത്. നൈജർ. Its source is in the Guinea Highlands in the southeastern Guinea near the Sierra Leone border. The Niger is the third longest river in Africa. Its main tributary is Benue River. ആഫ്രിക്കയിലെ മൂന്നാമത്തെ ലോങ്ങസ്റ്റ് നദിയാണ് നൈജർ എന്ന് പറയുന്നത്. ഇത് ഉത്ഭവിക്കുന്നത് ഗുനിയ ഹൈലാൻഡ്സിലാണ്. ഇനി ഇതിൻ്റെ മേജർ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ബെന്യൂ റിവറാണ്.
ഇത് ഔട്ട്ഫ്ലോ ചെയ്യുന്നത് ഗൾഫ് ഓഫ് ഗുനിയയിലാണ്. The major countries sharing it include Nigeria, Mali, Niger, Algeria, Guinea, Cameroon, Benin, Chad, Burkina Faso, Cote d'Ivoire. Brahmaputra. The other name of Brahmaputra is Sangpo. It is a major river of Central and South Asia, and Brahmaputra has its origin in Chemayungdam Glacier in the Himalayas, and it has its outflow in Ganges River and later ultimately joins with the Bay of Bengal. And the major countries sharing it include India, China, Nepal, Bangladesh, Bhutan, and the disputed India-China border. Murray-Darling River. Murray River is the principal river of Australia and the mainstream of Murray-Darling Basin. The Murray rises in the Australian Alps, draining the western side of the Australia's highest mountain. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പൽ റിവറാണ് മുറേ എന്ന് പറയുന്നത്. മുറേ ഡാർലിംഗ് ബേസിൻ്റെ മേജർ സ്ട്രീം കൂടിയാണ് മുറേ റിവർ. ഇത് ഉത്ഭവിക്കുന്നത് ഓസ്ട്രേലിയൻ ആൽപ്സിലാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ പീക്സ് ആണ് ആൽപ്സ്, ഓസ്ട്രേലിയൻ ആൽപ്സ്. അവിടെയാണ് മുറേ ഉത്ഭവിക്കുന്നത്. ഇറ്റ് ഹാസ് ഇസ് ഔട്ട്ഫ്ലോ ഇൻ ദ സദേൺ ഓഷൻ ആൻഡ് ഇറ്റ് ഫ്ലോസ് ഓൺലി വിത്തിൻ Australia. TOCANTINS-ARAGUAIA river system. It is in South America and it is a central fluvial artery of Brazil. The Tocantins is one of the largest clear water river in South America. South America തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ക്ലിയർ വാട്ടർ റിവർ ആണ് ടൊക്കാൻറ്റിൻ എന്ന് പറയുന്നത്. And there has its outflow in Atlantic Ocean as well as in Amazon. And the country sharing the drainage is only Brazil. Olga. യൂറോപ്പിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നദിയാണ് ഓൾഗ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് എ ഹിസ്റ്റോറിക് ക്രാഡിൽ ഓഫ് ദ റഷ്യൻ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് എ നാഷണൽ റിവർ ഓഫ് റഷ്യ. ഇറ്റ് ഈസ് ഓൾസോ യൂറോപ്സ് ലാർജസ്റ്റ് റിവർ ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ് ആൻഡ് ഓഫ് ഡ്രെയിനേജ് ബേസിൻ. ഡിസ്ചാർജിൻ്റെ അളവിലും അതുപോലെ തന്നെ ഡ്രെയിനേജ് ബേസിൻ്റെ ഏരിയയുടെ കാര്യത്തിലും യൂറോപ്പിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റിവർ കൂടിയാണ് ഓൾഗ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഇസ് ഔട്ട്ഫ്ലോ ഇൻ കാസ്പിയൻ സീ. Indus. The other name of Indus is Sindhu. It rises in the southwestern Tibet autonomous region of China near Lake Mapam. The Indus receives its most notable tributaries from the eastern Punjab plain. Indus നദി അല്ലെങ്കിൽ സിന്ധു നദി ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സിവിലൈസേഷൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് സിന്ധു നദിയുടെ തീരങ്ങളായിരുന്നു. ഇനി സിന്ധു നദി പ്രധാനമായി ഉത്ഭവിക്കുന്നത് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ഓട്ടോണോമസ് ടിബറ്റിൻ്റെ പോർഷനിലാണ്. പ്രധാനമായിട്ടും 5 ട്രിബ്യൂട്ടറീസ് ആണ് ഇൻഡസ് നദിക്കുള്ളത്. ജലം, ചിനാബ്, രവി, ബ്യാസ്, സത്ലജ്. ഈ 5 നദിയും ഒഴുകുന്നത് കൊണ്ട് പഞ്ചാബിനെ ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്ന് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് റിവേഴ്സ് എന്ന് അറിയപ്പെടാറുണ്ട്. ആൻഡ് ദിസ് പഞ്ചാബ് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. It has its outflow in the Arabian Sea, and the countries sharing drainage basin include Pakistan, India, and China. Euphrates, the longest river in Southwest Asia. It is 1,740 miles long, and it is one of the 2 main constituents of the Tigris-Euphrates river system. Tigris-Euphrates river systemത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് യൂഫ്രട്ടസ് എന്ന് പറയുന്നത്. സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നദിയാണ് യൂഫ്രട്ടസ് എന്ന് പറയുന്നത്. The river rises in Turkey and flows southeast across Syria and through Iraq. ഇത് ഉത്ഭവിക്കുന്നത് ടർക്കിയിലാണ്, എന്നിട്ട് സിറിയയിലൂടെയും ഇറാഖിലൂടെയും അത് കടന്നു പോകുന്നുണ്ട്. Formed by the confluence of the Karasu and Murat rivers in the Armenian highland. ഇത് പ്രധാനമായിട്ടും 2 നദിയുടെ കൂടിച്ചേരലുകൊണ്ടാണ് ഉത്ഭവിക്കുന്നത്, കരാസു നദിയുടെയും മൂററ്റ് നദിയുടെയും. ഇത് കൂടിച്ചേരുന്നത് അർമേനിയൻ ഹൈലാൻഡ്സിലാണ്. വിത്ത് ദ ടൈഗ്രിസ് ഇറ്റ് ഡിഫൈൻസ് ആൻ ഏരിയ നോൺ ആസ് മെസപ്പൊട്ടോമിയ. ഇനി ടൈഗ്രീസ് നദിയും ഇതും കൂടെ ചേരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആ പോർഷനെ വിളിക്കുന്ന പേര് മെസപ്പൊട്ടോമിയ എന്നാണ്. ദ ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ഉത്ഭവവും ഈ നദീതീരങ്ങളിലായിരുന്നു. And it has its outflow in the Persian Gulf. The countries sharing include Iraq, Turkey, and Syria. Importance of rivers. First, water.
ശുദ്ധജലം എന്ന് പറയുന്നതാണ് റിവേഴ്സ് ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ സൈക്കിളിൽ റിവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഉള്ള വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതും റിവേഴ്സാണ്. ഭൂമിയുടെ 75% ഏരിയയും റിവേഴ്സ് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഹാബിറ്റാറ്റ്, പല ലിവിങ് ഓർഗാനിസംസിൻ്റെ ഹാബിറ്റാറ്റും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് കൂടിയാണ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡക്സ്, ഓട്ടേഴ്സ്, ബവേഴ്സ് തുടങ്ങിയവയുടെ ഹോംസ് എല്ലാം തന്നെ റിവർ ബാങ്ക്സിന് അടുത്തായിരിക്കും. പിന്നെ റീഡ് തുടങ്ങിയ ചെടികളെല്ലാം വളരുന്നതും റിവർ ബാങ്കിൻ്റെ അടുത്താണ്. മാംഗ്രൂവ്സ് ഒക്കെ വളരുന്നതും റിവർ ബാങ്കിൻ്റെ അടുത്താണ്. ചില പക്ഷികൾ അവരുടെ ഫുഡ് എടുക്കുന്നതും കിങ് ഫിഷേഴ്സൊക്കെ പ്രത്യേകിച്ചും എടുക്കുന്നതും റിവേഴ്സിൽ നിന്നാണ്. ഇനി ആഫ്രിക്കയുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ആൻറ്റിലോപ്പ്, ലയൺസ്, എലിഫൻസ് ഒക്കെ തന്നെ അല്ലെങ്കിൽ ജീവജാലങ്ങളെല്ലാം തന്നെ അവരുടെ വെള്ളത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് റിവേഴ്സിനെയാണ്. പിന്നെ റിവർ ഡെൽറ്റയുടെ കാര്യം പറയുന്നതെങ്കിലും ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു സോഴ്സാണ് റിവർ ഡെൽറ്റാസ്. വ്യത്യസ്തങ്ങളായ ഇൻസെക്ട്സും മാമൽസും ബേർഡ്സും ഒക്കെ അവിടെ ജീവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർ ഫുഡ് കൺസ്യൂം ചെയ്യുന്നതും റിവേഴ്സിൽ നിന്നാണ്. ദെൻ ട്രാൻസ്പോർട്ട്, പുരാതന കാലം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനായിട്ട് ഉപയോഗിക്കുന്നത് റിവേഴ്സാണ്. റിവേഴ്സും ലേക്സും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഇൻലാൻഡ് വാട്ടർ വേസ് എന്ന് പറയുന്നത് റിക്രിയേഷനും കൊമേഴ്ഷ്യൽ പർപ്പസിനും ട്രാവൽ യൂട്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫാമിംഗ്, ഫാമേഴ്സ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് റിവേഴ്സിനെയാണ്. ഏറ്റവും കൂടുതൽ അവർ കൃഷി ചെയ്യുന്നത് റിവർ പ്ലെയിൻസിലും വാലീസിലും ഒക്കെയാണ്. അവിടെ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് റിവേഴ്സിൽ നിന്നുള്ള ജലമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എനർജി, റിവർ എന്ന് പറയുന്നത് ഒരു എനർജി സോഴ്സ് കൂടെയാണ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു വാട്ടറിൻ്റെ എനർജി സോഴ്സ് വെച്ചിട്ടാണ്. ഡ്രിങ്കിങ് വാട്ടർ, വേൾഡിലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് റിവേഴ്സാണ്. ദെൻ ക്രാഡിൽസ് ഓഫ് സിവിലൈസേഷൻ, ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സിവിലൈസേഷനും ഉത്ഭവിച്ചിരിക്കുന്നത് നദീതീരങ്ങളിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉത്ഭവിച്ചിരിക്കുന്നത് നൈൽ നദിയുടെ തീരങ്ങളിലാണ്. അതുപോലെ തന്നെ സിന്ധു നദി തീര സംസ്കാരം അല്ലെങ്കിൽ സിവിലൈസേഷൻ ഉത്ഭവിച്ചിരിക്കുന്നത് ഇൻഡസ് നദിയുടെ തീരങ്ങളിലാണ്. അതുപോലെ ചൈനീസ് സിവിലൈസേഷൻ ഉത്ഭവിച്ചിരിക്കുന്നത് യെല്ലോ റിവറിൻ്റെ തീരങ്ങളിലാണ്. അതുപോലെ മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ ഉത്ഭവിച്ചിരിക്കുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദിയുടെ തീരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള സിവിലൈസേഷനും അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് പാറ്റേണും ടൗൺസിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ റിവേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്തിട്ടുണ്ട്.